ഇറാൻ്റെ നിഗൂഢ അറകൾ തിരഞ്ഞ് അമേരിക്കയുടെ തല പിളരുകയാണ്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്ക ഉപയോഗിച്ച ഏറ്റവും വലിയ തന്ത്രമായിരുന്നു, അതല്ലെങ്കിൽ ഒരു പരീക്ഷണമായിരുന്നു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്തുക എന്നുള്ളത്. സർവ്വവിധ സംവിധാനങ്ങളും അതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്ത് നിലവിൽ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ബുദ്ധിപരമായിരിക്കുന്ന പരിശോധനകൾ അല്ലെങ്കിൽ ബുദ്ധിപരമായിരിക്കുന്ന സഹായം അമേരിക്ക തേടി എന്നുള്ളതാണ്. മാത്രമല്ല, ആകാശത്ത് വിക്ഷേപിക്കപ്പെട്ട സാറ്റലൈറ്റിൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന സഹായം അങ്ങനെയും തേടി. അഥവാ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന രാജ്യത്തിൻ്റെ, അതിപ്പോൾ ചൈനയും റഷ്യയൊക്കെ മാറ്റി നിർത്തിയാൽ കുറഞ്ഞ രാജ്യങ്ങൾ, ബ്രിട്ടൻ പോലെയുള്ള, കാനഡ പോലെയുള്ള കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടേതെങ്കിലും സഹായങ്ങൾ തേടിയിട്ടുണ്ട്. അറിയേണ്ട കാര്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു നിഗൂഢ രാജ്യമാണ്. അതാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. അപ്പോൾ അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച്, അവർ ഉപയോഗിക്കുന്ന തന്ത്രത്തെക്കുറിച്ച്, അവർക്ക് ഇത്രമാത്രം ധൈര്യം കിട്ടാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഒരു പഠനം നടത്തുകയാണ്, ആകാശവും ഭൂമിയും കടൽമാർഗമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് വേണം അവരൊന്ന് നിയന്ത്രിക്കാൻ. പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന പല റിപ്പോർട്ടുകളും, പല മുഖപ്രസംഗങ്ങളും, പല ലേഖനങ്ങളും, പല ചെറുകഥ പോലെയുള്ള സംഭവങ്ങളുമെല്ലാം വിരൽ ചൂണ്ടുന്നത് റഷ്യയുടെയോ ചൈനയുടെയോ മുമ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതൊരു അഭിമാനപൂർവ്വമായിട്ടോ അതല്ലെങ്കിൽ വരും കാലങ്ങൾ തങ്ങൾക്ക് നികത്താൻ വേണ്ടി സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റിയായിരുന്നു. എന്നാൽ അത്രയൊന്നും ശക്തിയില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും ശക്തിയില്ലാത്ത ഇറാൻ്റെ മുമ്പിൽ അമേരിക്ക ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് വല്ലാത്ത രീതിയിൽ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കഠിനമായിരിക്കുന്ന ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നടക്കുന്നത്. നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്, 2-3 മാസമായിട്ട് കേൾക്കുന്ന കാര്യം, മധ്യസ്ഥ ചർച്ച വന്നിരിക്കുന്നു, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്തും ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ വെടിവെക്കുന്നു. അമേരിക്കയുടെ വിമാനം കാണുന്നില്ല, പൈലറ്റിനെ കാണുന്നില്ല, തകർന്നടിഞ്ഞിരിക്കുന്നു, തകർന്നൊരു വിമാനം അമേരിക്കയുടെ താൻ സംശയിക്കുന്നു, കപ്പലിനെ ഇറാൻ തുരത്തിയിരിക്കുന്നു, ഈ ഓർമസ് കടൽ കടക്കാൻ എത്തിയിരിക്കുന്ന ഒരു കപ്പലിനെ കാണുന്നില്ല, ഒന്ന് മുങ്ങിയിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇറാൻ അമേരിക്കയ്ക്ക് നേരെ, അമേരിക്ക ഇറാന് നേരെയും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ, അഥവാ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നതൊക്കെ വെറും ഒരു നാടകമാണ്, നാടകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ യുദ്ധം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് പലതരത്തിലും പല രൂപത്തിലും. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഞെട്ടിപ്പോണ റിപ്പോർട്ടാണ്. ജപ്പാന്റെ സഹായത്താൽ പോലും ഉപഗ്രഹ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഇറാൻ്റെ രഹസ്യമായിരിക്കുന്ന കേന്ദ്രങ്ങളിൽ അവർ പരിശോധന നടത്തുന്നു. പരിശോധന എന്ന് പറഞ്ഞാൽ ഈ അവരുടെ ചിത്ര വീഡിയോകൾ പരിശോധിക്കുന്നു എന്നാണ്. ആ പരിശോധനയിൽ അവർ പറയുന്ന കാര്യം, മുൻപ്, അതായത് 1 മാസം മുൻപൊക്കെ കണ്ടിരുന്ന രീതികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന പല ഗോഡൗണുകൾ പോലെയുള്ള അറകൾ കാണാൻ വേണ്ടി സാധിച്ചു സാറ്റലൈറ്റ് ചിത്രത്തിൽ. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഫില്ലായിട്ടുണ്ട്, അവിടെയൊക്കെ സെക്യൂരിറ്റിക്കാരൊക്കെ നിൽക്കുന്ന പോലെയോ ആ തരത്തിലാണ് തോന്നുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അഥവാ അവർ ഒരു ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അതിൻ്റെ 2 ഇരട്ടിയോളം പിന്നീട് അത് പുനർനിർമ്മിക്കപ്പെടും എന്നുള്ള, പുതുതായിട്ട് നിർമ്മിക്കും. ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പകരമായി 2 എണ്ണമെങ്കിലും ഉണ്ടാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ കുറച്ച് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചില ചിത്രങ്ങൾ പുറത്തിറക്കി. ഭൂഗർഭ താവളങ്ങളാണ് അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആകാശ ചിത്രങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ഭൂഗർഭ താവളങ്ങളാണ്. അതിൽ കുറച്ച് പേരുകളും പുറത്തു വന്നു. ആ പേരുകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെല്ലാം ഇറാൻ്റെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട, മിസൈലുകൾ സൂക്ഷിക്കപ്പെട്ട, മറ്റെന്തെങ്കിലും കവചിത വാഹനങ്ങളോ ടാങ്കുകളോ സംബന്ധമായ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കപ്പെട്ട ഇടങ്ങളാണ് എന്ന് കരുതുന്നു. കെൻമൻഷാ, ഖുറമാബാദ്, തബ്രീസ്, ബന്ദർ അബ്ബാസ്, ഇസ്ഫഹാൻ, പാർച്ചിൻ, നതൻസ്, ഫോർദോ, ഇതൊക്കെ ചെറിയൊരു പ്രദേശമല്ല. ഈ മേഖലകളിലെല്ലാം കുന്നിൻ പുറങ്ങളും തായ്വാരങ്ങളും പർവ്വതങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളൊരു പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞാൽ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തുള്ള 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒതുങ്ങുന്ന ആ തരത്തിലല്ല ഇവിടെ ഈ പറയുന്നത്. കെമൻഷാ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന ഉയരത്തിലുള്ള പർവ്വതങ്ങളും സമാനമായ രീതിയിലുള്ള തായ്വാരങ്ങളും അതേപോലെ തന്നെ മരുഭൂപ്രദേശം പോലെ ഈ പീഠ മരുഭൂമി പോലെയുള്ള മേഖലകളും ഉള്ള സ്ഥലമാണ്. ഇവിടെ ജനവാസമില്ല.
ജനവാസമില്ലാച്ച പൂർണ്ണമായി ജനവാസം ഇല്ല എന്നല്ല, നല്ലൊരു ശതമാനം 60% മേലെ ജനവാസമില്ലാത്ത ഏരിയകളാണ് ഈ കെമൻഷാ എന്ന് പറയുന്നത്. ഖുറമാബാദ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ചില നഗരങ്ങൾ ഉണ്ട് എന്നല്ല, അത് ആ നഗരങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗങ്ങളിലൊന്നും ആളുകൾ താമസിക്കാനുള്ള സൗകര്യമില്ലാത്ത, അതല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കാത്ത ഏരിയകളാണ് ഇത്തരം മേഖലകൾ. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു, അതിൽ നെതൻസ് ഫോർദൊക്കെ ഉണ്ട്. നെതൻ ഫോർദ എന്നൊക്കെ പറയുന്ന സമയത്ത് ആണവായുധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്, ഏരിയകളാണ്. അത് ഒരു പ്രദേശമാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ ആ പ്രദേശത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് കിലോമീറ്ററോളം ദൂരപരിധിയുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ പലതരത്തിലും ഉപയോഗപ്പെടുന്നു. ഒരു നിഗൂഢമായിരിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇറാനെ കാണാൻ വേണ്ടി സാധിക്കുക എന്ന് പോലും ഇപ്പോൾ അമേരിക്ക സമ്മതിക്കുന്നു. മലനിരകൾ, ഭൂഗർഭ അറകൾ, കടൽപ്പരപ്പ്, നാഷണൽ ഹൈവേയുടെ അടിഭാഗം, ആശുപത്രി, പാർക്കിംഗ് ഏരിയ, കോളേജ് ഏരിയ, റിസോർട്ട് ഏരിയ, മറ്റ് ജനനിബിഡമായിരിക്കുന്ന പ്രദേശങ്ങളുടെ അടിഭാഗങ്ങളിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ആ ഒരു വിഷയമാണ് അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഫോളോ ചെയ്യുന്ന രാജ്യമാണ് യമനിലുള്ള ഹൂത്തി വിഭാഗം, ഗസയിലുള്ള സൈനിക ട്രൂപ്പ്, ഇവരൊക്കെ ഇതിനെ ഫോളോ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ഹമാസിൻ്റെ ആയുധങ്ങൾ അവരെ ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കാതെ, ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ. ആയുധങ്ങൾ, ബന്ദികൾ, ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട ഏരിയ, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസിൻ്റെ പോരാളികൾ ഒളിച്ചിരിക്കുന്ന പ്രദേശം, ഇതൊന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുപയോഗിക്കുന്ന തന്ത്രത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് ഈ ഏരിയയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം അമേരിക്ക ഉണ്ടായിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തിലാണ്, അതായത് ജോ ബൈഡൻ്റെ കാലത്തും അതിനുശേഷം ട്രംപിൻ്റെ കാലത്ത് 2 ഭരണാധികാരി പ്രസിഡന്റുമാർ വന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ എളുപ്പത്തിൽ തന്നെ ഹൂത്തികളുടെ ആയുധം സൂക്ഷിക്കപ്പെട്ട ഗോഡൗൺ തകർത്തു എന്ന് അവർ അവകാശപ്പെട്ടു. അപ്പോൾ ആ സമയത്തൊന്നും ഈ ഹൂത്തികളുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് അമേരിക്കയുടെ കപ്പലിനെ നേരിട്ട് ആക്രമിച്ചു. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ കപ്പലിൻ്റെ ഒരു ഭാഗം തീപിടിച്ചു. വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി. 2 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. ചെറിയ പരിക്കുകളുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു, എന്നാൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഞങ്ങളിങ്ങനെ ഈ പ്രതിരോധിച്ച സമയത്ത് അതിൻ്റെ ചില്ലുകൾ തങ്ങളുടെ കപ്പലിൻ്റെ അകത്തേക്ക് വീണിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ അവരിങ്ങനെ ഇരുന്ന് മെഴുകുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിലും ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തി. ഒരു ഫലം ഉണ്ടായിട്ടില്ല. തിരിച്ചടി ഭയാനകരമാണ്. ആ തിരിച്ചടിയിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി. ബ്രിട്ടൻ്റെ ഇൻ്റലിജൻസ് അവർക്ക് റിപ്പോർട്ട് ചെയ്തു, നമ്മൾക്ക് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല, അതൊരു നിഗൂഢ സൈനിക ട്രൂപ്പാണ്, അവരെവിടെ നിന്ന് എങ്ങനെ പൊന്തി വരുന്നെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്തിനാണ് വെറുതെ അമേരിക്കയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സൈനികരെയും നമ്മുടെ സമ്പത്തും നഷ്ടപ്പെടുത്തുന്നത്? ഈ കാര്യം ബോധ്യപ്പെട്ട ബ്രിട്ടൻ അവരുടെ യുദ്ധവിമാനത്തെ തിരിച്ചു വിളിച്ചു, യുദ്ധക്കപ്പലിനെ തിരിച്ചു വിളിച്ചു. അങ്ങനെ അവിടെ ഈ ചെങ്കടൽ എന്ന് പറയുന്ന ദേശത്ത് അമേരിക്ക ഒറ്റപ്പെട്ടു. പിന്നീട് അമേരിക്ക ഒന്നും കൂടി ശ്രമിച്ചു നോക്കി, നടന്നിട്ടില്ല. അവസാനം അവിടുത്തെ ഹൂത്തികളുമായിട്ട് അവർ വെട്ടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു. നമുക്കറിയാം, തങ്ങൾ ആക്രമിക്കില്ല എന്നുള്ളൊരു കരാർ. അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഹൂത്തികൾ ആക്രമിക്കില്ല, പകരം ഹൂത്തികൾ ചെങ്കടലുമായിട്ട് കടന്നു പോകുന്ന അമേരിക്കയുടെ കപ്പലിനെ മാത്രം ആക്രമിക്കില്ല. അവരാവശ്യപ്പെട്ടിരുന്നു യൂറോപ്യൻ കപ്പൽ, ഇസ്രായേലിൻ്റെ കപ്പലിനൊക്കെ, നിങ്ങളുടെ കപ്പൽ മാത്രം, അതാണ് കരാറ്. അതിനിടെ തന്നെ ഒരു കപ്പൽ തട്ടിക്കൊണ്ടുപോയി അത് യമൻ്റെ അതിർത്തിയിൽ അവരുടെ തലസ്ഥാനമായിരിക്കും സെന്ന കേന്ദ്രീകരിച്ചുകൊണ്ട് നിർത്തിയെന്ന് മാത്രമല്ല, അത് ടൂറിസ്റ്റുകൾക്ക് $25 അവിടുത്തെ റിയാൽ കണക്കാക്കിയിട്ട് പൈസ വാങ്ങിയിട്ട് ടൂറിസ്റ്റുകൾ സഞ്ചാരികൾക്കുള്ള ഒരു പറുദീസയാക്കി മാറ്റി എന്നൊക്കെ റിപ്പോർട്ട് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കാര്യം ഇതാണ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ജയിക്കാൻ കഴിയാത്തൊരു യുദ്ധത്തിലാണ് എന്ന് അവർക്ക് തീരുമാനമായി. പിന്നെ മാനക്കേടില്ലാത്ത രീതിയിൽ അവർക്ക് തടിയെടുക്കണം, രക്ഷപ്പെടണം, അതിനുവേണ്ടി ശ്രമമാണ് നടത്തുന്നത്. അതിന് ഇവരുള്ള ഏതെങ്കിലും രഹസ്യത്തിൽ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അവർ ആക്രമണം നടത്തിയിടത്തൊക്കെ ഒന്നുകിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ, അവർ കവചിത വാഹനങ്ങൾ, സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അവർ പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ സൈനികരെ പോലും ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരുടെ സൃഷ്ടിയാണ്? ചൈനയുടേതായിരിക്കും ഒരു പക്ഷേ. അത്രക്ക് ഭയങ്കരമായിരിക്കുന്ന ബുദ്ധി. അപ്പോൾ ആകാശ ചിത്രങ്ങൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിരീക്ഷണ പറക്കലിന് വേണ്ടി ഏതെങ്കിലും ഒരു യുദ്ധവിമാനം ഇറാൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് കാണുകയാണെങ്കിൽ അവിടെ കുറേ ഈ സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അവരത് ചെയ്യുന്നത്. ഇതൊക്കെ പ്ലാസ്റ്റിക് സൈനികരുടെ രൂപം ഉണ്ടാക്കി വെച്ചതാണ്. അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ പ്ലാസ്റ്റിക്കാണ്,
അതേപോലെ തന്നെ ഈ ടാങ്കുകളൊക്കെ പ്ലാസ്റ്റിക്കാണ്. വെറുതെ നിൽക്കല്ല, അത് ചലിക്കുന്നുണ്ട്. ടാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കവചിത വാഹനങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ട്. സൈനികരാണെങ്കിൽ തോക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കൊണ്ടുപോയി ബോംബിടും. അത് ശക്തമായിരിക്കുന്ന ബോംബിടും, അതെല്ലാം പൊട്ടിത്തെറിക്കും, അതെല്ലാം തീപിടുത്തും. അവർ വലിയ അഭിമാനത്തോട് കൂടി ഞങ്ങൾ തകർത്തിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് അവിടെ അപ്പോൾ ഇറാൻ്റെ IRGCയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് കളിസാധനം വാങ്ങി വെച്ചിരുന്നു. അവിടെ ഒരു ബോംബിട്ടു. 12ലധികം ദിവസം ഇത്തരം മേഖലയാണ് അവർ തകർക്കപ്പെട്ടത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിലാണ് അമേരിക്ക വല്ലാത്ത രീതിയിൽ പ്രയാസമാകുന്നത്. നിഗൂഢ രാജ്യമാണ് ഇറാൻ എന്നും നിഗൂഢ അറകൾ അവിടെ ഉണ്ട്, ഞങ്ങൾ തിരഞ്ഞ് വിയർത്തൊലിക്കുകയാണ്, അവിടെ തല പുണ്ണാകുക എന്നല്ലാതെ ഒന്നും കാണാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയുടെ യുദ്ധവിമാനത്തിന് വെടിവെച്ച് വീഴ്ത്തി എന്നാണ് ചില റിപ്പോർട്ട്. എന്നാൽ വെടി കൊണ്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഏറ്റവും ഒടുവിൽ വെടി കൊണ്ടിട്ടുണ്ട് എന്നല്ല, തങ്ങൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അതിജീവിക്കാനുള്ള വല്ലാത്ത രീതിയിലുള്ള ഈ വെപ്രാളമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിലവിൽ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.